ഹലോ. ഞാൻ എപ്പോഴും വന്നിട്ട് എന്താ പറയുക, ഈ എപ്പിസോഡിൻ്റെ അവസാനമാണ് ഞാൻ ഇങ്ങനെ പറയുക. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണമെന്ന് തോന്നി. ഈ ചാപ്റ്റർ ഭയങ്കര ലെങ്ത് കുറവാണ്. കമ്പാരിറ്റീവ്ലി ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ലെങ്ത് കുറവ് ഇതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടൊരു എപ്പിസോഡാണ്. എനിക്കിത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾ ഇന്ന് ഈ എന്താ പറയുക, ഈ FF നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആദ്യം താങ്ക്സ് പറയേണ്ട ഒരാളുണ്ട്. അവളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും. ഞാൻ ഓരോ ചാപ്റ്റർ ഇടുന്നതിന് മുമ്പ് അവളുടെ ഒപ്പീനിയൻസാണ് ചോദിക്കാറ്. ഞാൻ എന്ത് ചെയ്താലും അവൾ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും ഓരോ എപ്പിസോഡ് കണ്ട് ശരിക്കും ക്രിട്ടിക്കലി അതിനെ ജഡ്ജ് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞ് അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഞാനിങ്ങനെ ചെയ്യാതെ ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ അവളാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നതും. ഈ FFന്ന് ഇത്രയും എന്താ പറയുക, ഇത്രയും ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് 70% ഓഫ് ദി ക്രെഡിറ്റ് അവൾക്ക് കൊടുക്കണം. കാരണം ഞാൻ ആൾക്ക് ഇത് എഡിറ്റ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെയ്യുന്നത് അവളാണ്. അപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നി ഈ ചാപ്റ്ററിന് അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന്. ശരിക്കും ഞാനത് ഇന്നലെയാണ് ഇത് ചെയ്ത് തീർത്തത്. ഇന്നലെയൊന്നും പറയാൻ പറ്റില്ല, ഇന്ന് രാവിലെ 24th May രാവിലെ 12 മണിക്ക് പുലർച്ചെ ആണ് ഞാനത് ചെയ്യുന്നത്. കാരണം എനിക്ക് അവൾക്ക് വേണ്ടി ഇത് അവർ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് തോന്നി ഇന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ ധൃതി പിടിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ധൃതി പിടിച്ചിട്ടാണെങ്കിലും ഞാനിത് ഫുൾ മനസ്സോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ചാപ്റ്റർ അവൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ഈ ചാപ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ദിസ് വീഡിയോ ഈസ് ഫോർ യു. നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് എനിക്ക് നേരിട്ട് പറയാൻ മടിയുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടെ ഞാൻ പറയാണ്. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, എൻജോയ് ദിസ് എപ്പിസോഡ്. അതുപോലെ എനിക്ക് നിങ്ങളോട് വ്യൂവേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു 30 കമൻറ്റ് ഇട്ടാലാണ് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് ഇട്ട് തരുള്ളൂ എന്ന്. പക്ഷേ നിങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു. ഞാൻ 30 എന്ന് വിചാരിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും കമൻറ്റ് ഇടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ കമൻറ്റ് ഇട്ട ഓരോ വ്യക്തിയോടും എനിക്ക് ശരിക്കും ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം നിങ്ങളിടുന്ന ചിലവർ കണ്ടിട്ട് ഇഗ്നോർ ചെയ്തിട്ട് ജസ്റ്റ് കണ്ടിട്ട് മാത്രം പോകുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങളുടെ ടൈം എടുത്തിട്ട് അത്രയും ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫ് ഇടുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് കമൻറ്റ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാൽ ശരിക്കും ഞാനത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് എപ്പിസോഡ് ഇടുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ ശരിക്കും അതിൽ കുറേ കുട്ടികളെങ്കിലും എനിക്ക് ശരിക്കും ലെങ്തി ആയിട്ട് ഇടുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് അത് ഓരോന്നും വായിക്കുന്നത്. എനിക്കത് അത്രയും സ്പെഷ്യലാണ്. നിങ്ങൾ ഇടുന്നത് നിങ്ങളുടെ ടൈമിന് ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഇടുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അത്രയും വലുതാണ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു. ബാക്കി എപ്പിസോഡ് കണ്ടിട്ട് ഇങ്ങനെ കമൻ്റ് ഇടാതെ പോകുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, വീമെൻ FF കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്. ബാക്കിയുള്ള ഇപ്പം നമ്മൾ വീമെൻ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് വീമെൻ മലയാളം FF അടിച്ചാലും 70% വരുന്നത് ജേക്കുക്കും ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യണോ വേണ്ടോ. അല്ലാതെ എനിക്കിതിന് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരാളാണ്. എനിക്ക് വീമെൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു വ്യൂവറായിട്ട് കണ്ടപ്പോൾ എനിക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല. മനസ്സിലായോ? ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും ഇപ്പോൾ ചെയ്യുന്നില്ല. അത് കുറച്ച് പേര് മാത്രമാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പലവരും ഇപ്പോൾ ജേക്കുക്കും മാത്രമേ ചെയ്യുന്നുള്ളൂ. കുറേ ചാനൽ എനിക്ക് അങ്ങനെ ചെയ്തതായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ വ്യൂസ് ഒന്നും മൈൻഡ് ആക്കാറില്ല. കാരണം കാണുന്നവർ കണ്ടോട്ടെ. എന്നോട് കുറേ പേര് വന്നിട്ട് ചോദിച്ചു ജേക്കുക്ക് ചെയ്യുമോ. പക്ഷെ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ആവശ്യത്തിന് കൂടുതൽ അതുണ്ടല്ലോ, ഇനി ഞാനും കൂടി എന്തിനാണ് അത് ചെയ്യുന്നതെന്നാണ്. കാരണം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ മെയിൻലി ചെയ്യാത്തത്. അതല്ല തേക്കുക്കിനോട് എനിക്ക് എന്താ പറയുക, ഹെയ്റ്റോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. കാരണം ആദ്യം എനിക്ക് എപ്പോഴും വരുന്നത് BTS ആണ്, അതിന് ശേഷമാണ് ബാക്കിയുള്ള ഷിപ്പൊക്കെ. അപ്പോൾ ഇത് വെറും എൻ്റർടൈൻമെൻറ്റിന് കാണുന്നല്ലേ. അങ്ങനെ ഒരു സമയത്ത് ഓൾറെഡി ഉള്ളത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ സന്തോഷം തരുന്നത് വീമെനാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സന്തോഷം. ഈ എപ്പിസോഡ് നന്നായിട്ട് എൻജോയ് ചെയ്യൂ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ് ആൻഡ് പ്ലീസ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ദേവു. അത് 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 പിന്നെ തേജസേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് അത് എന്താന്ന് വെച്ചാൽ എനിക്ക് 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 ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. പക്ഷെ അതെനിക്ക് ഇത്രയും കാലം എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നെനിക്കറിയില്ല. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല.
കണ്ട അന്ന് തൊട്ട് തുടങ്ങിയതാ. കണ്ട അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ വേറെ ഒരാളെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. കുറേ പ്രാവശ്യം ഇത് പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ടിരുന്നിട്ട് എനിക്ക് മടുത്തു. ഇന്ന് പോലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദേശത്തിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെയാവും. അതുകൊണ്ടാണ്, അതായത് ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ദേശത്തിനെ സ്നേഹിച്ച പോലെ ഇന്ന് വരെ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുമില്ല. എനിക്കിനി ഇത് പറയാതിരിക്കാൻ പറ്റില്ല. മതി നീവേ, നിർത്ത്. അപ്പം നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടി. ഇത്രയും കാലം അപ്പം നീ എന്നെ പൊട്ടനാക്കുമായിരുന്നു. ഇതായിരുന്നു അപ്പം നിൻ്റെ ഉദ്ദേശം. തേസായിട്ടെന്ന് പറഞ്ഞ് നടന്നു നോക്കി ഇതിനായിരുന്നല്ലേ. നിർത്തിക്കുമല്ല, ഇതൊന്നും ഇനി വേണ്ട. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. വേണ്ട നിവി, വേണ്ട. എന്നോട് നീ ഒരു വാക്കെങ്കിലും പറഞ്ഞോ? ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചില്ലേ? ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എൻ്റെ തെറ്റാ, എല്ലാം എൻ്റെ തെറ്റാ. അതുകൊണ്ട് അത് ഞാൻ തന്നെ തിരുത്തിക്കൊള്ളാം. അങ്ങനെയൊന്നും പറയല്ലേ തേസേട്ടാ, പ്ലീസ്. ഇനി നീ എന്നെ കാണാനോ മിണ്ടാനോ വരരുത്, കേട്ടല്ലോ? ഇതോടെ തീർന്നു. ഇനി എനിക്ക് നിന്നെ കാണണ്ട, മനസ്സിലായോ? അമ്മേ. നിവി ഞെട്ടി എണീച്ച് ബെഡിലിരുന്ന് നെഞ്ചിൽ കൈവച്ചു. എൻ്റെ കൃഷ്ണ, ഞാൻ ഇപ്പോൾ എണീച്ചില്ലായിരുന്നെങ്കിൽ വല്ല പാനിക് അറ്റാക്കോ അല്ല സൈലൻ്റ് അറ്റാക്കോ ഒന്ന് ചത്തേനെ. എന്നാലും ഇതെന്താ ഞാനിപ്പോൾ ഇങ്ങനൊരു സ്വപ്നം കാണാൻ? ഭഗവാനേ, എനിക്കിതെന്തൊക്കെയാ പറ്റുന്നത്? എൻ്റെ ബോധമൊക്കെ പോയിന്നാണ് തോന്നുന്നത്. ഹാർട്ടേടന്ന് ഇടിക്കുന്ന കണ്ടില്ലേ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു സ്വപ്നം കണ്ടോളൂ. അതും പറഞ്ഞ് അവൾ വീണ്ടും കിടന്നുറങ്ങാൻ ശ്രമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തിരിഞ്ഞെങ്കിലും അവസാനം എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ, എവിടെയായിരുന്നുടി? ഞാൻ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഈ കൊച്ചു വെളുപ്പങ്കാലത്ത് അവളുടെ ഒരു അമ്പല വിസിറ്റ്. പിന്നെ ഇപ്പോൾ അല്ലാതെ നട്ടുച്ചയ്ക്ക് പോകാൻ പറ്റുമോ അമ്പലത്തിക്ക്? നീ എപ്പോഴാണ് വെച്ച പൊക്കോ, എന്നെ എന്തിനാടി വിളിക്കുന്നേ? അങ്ങനെ പറയല്ലേടി, നീ അല്ലാതെ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഒരുപാട് സോപ്പിട്ട് മെഴുകല്ലേ. നിൻ്റെ ഈ ഭക്തിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പം അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് നിൻ്റെ ഭാവി അമ്മായിയമ്മനെ ഇംപ്രസ് ആക്കാൻ വേണ്ടിയിട്ടല്ലേടി കള്ളി? ഓ, കണ്ട് പിടിച്ച് കൊച്ചു കള്ളി. ഇത് ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ എൻ്റെ മോളെ. നിനക്ക് മടുക്കലയില്ല, നിൻ്റെ കൂടെ നടന്ന് എനിക്കും മടുത്തു. ഇത് വല്ലതും നടക്കോടെ? അതൊക്കെ ഞാൻ നടത്തും. അതിനവൻ അടുക്കോ? അതിനല്ലേടി ഞാനീ കഷ്ടപ്പെടുന്നത്. അവനടുപ്പിച്ചില്ലേ എന്താ? അവൻ്റെ അമ്മയെ സൂപ്പിട്ട് ഒരു അറേഞ്ച് മാരേജ് എങ്കിലും സെറ്റാക്കണം. ഇതൊക്കെ നടന്നാൽ മതി. നമ്മൾ നടത്തും മോളെ. ആ മതി, വാ നടക്ക്. ഇനി വൈകിക്കണ്ട. പിന്നെ നിൻ്റെ അമ്മായിയമ്മ അവരുടെ പാട്ടിന് പോവും. നമുക്ക് ആ വഴി പോകാം. എടി വേണ്ടടി, നമുക്ക് ഇതുവഴി പോവാം. ഇതല്ലേ അടുത്ത്? എടി, ഇതാവുമ്പോൾ അവനെ എനിക്ക് കാണാലോ. പിന്നെ ഈ വെളുപ്പങ്കാലത്ത് നിന്നെപ്പോലെ എണീച്ച് അമ്പലത്തിൽ പോകാൻ അവനത് പ്രാന്തൊന്നുമില്ല. അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും. എന്നാലും ഇല്ല. മര്യാദയ്ക്ക് ഈ വഴി പോയാൽ മതി. ഇതാകുമ്പോൾ 5 മിനിറ്റിൽ കാര്യം അവിടെ നമ്മളെത്തും.
വന്നേ വാ, നമുക്ക് ഉള്ളിൽ പോവാം. എടി ഇപ്പം അവിടെ ഫുൾ ആൾക്കാരല്ലേ, അവരൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. എന്നാൽ നമുക്ക് നല്ല സമാധാനമായിട്ട് പ്രാർത്ഥിക്കാം. അതുവരെ വാ, നമുക്ക് ഈ ആൽത്തറയിൽ ഇരിക്കാം. എന്നാൽ നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നേർച്ചയ്ക്കുള്ള റെസീപ്റ്റ് വാങ്ങിയിട്ട് വരാം. അമ്മ തന്നിട്ടതാ. ആ ശരി, നീ പോയി വാ. അങ്ങനെ കുറച്ച് നേരം അവൾ ആ ആൽത്തറയിൽ കാറ്റും കൊണ്ട് ഇരുന്നു. ചേച്ചി, നിവി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതേ ഒരാൾ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഓ എൻ്റെ മിന്നു, പതുക്കേടി പെണ്ണെ, നമ്മൾ രണ്ടും ഇപ്പം നിലത്ത് കിടക്കും. സുഖാണോ ചേച്ചി? നമ്മൾ കണ്ടിട്ട് കുറേ ആയ പോലെ ഉണ്ടല്ലേ? കുറേ ആയല്ലോ, അതുകൊണ്ടാ. ഏട്ടൻ പറഞ്ഞതാ ചേച്ചി വന്നു, പക്ഷേ എക്സാം ആണല്ലോ വരാൻ പറ്റാത്തിരുന്നെ. അതെനിക്കറിയാലോ, അതുകൊണ്ടാണ് ഞാനും പിന്നെ നിന്നെ വിളിക്കാതിരുന്നത്. അല്ല അതൊക്കെ പെട്ടെ, സുഖമല്ലേടി നിനക്ക്? എനിക്ക് സുഖം. ചേച്ചിക്കോ? എനിക്കും സുഖം. അല്ല, നീ എന്താ പതിവില്ലാത്ത അമ്പലത്തിലൊക്കെ? നീ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. എക്സാമൊക്കെ അല്ലേ, അതുകൊണ്ട് അമ്മ രാവിലെ തന്നെ പിടിച്ച് എണീപ്പിച്ച് പൊക്കി നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. ആ എനിക്ക് തോന്നി. ആരാ ഇത്? മോളെ സുഖാണോടി നിനക്ക്? അവർ വന്ന് അവളെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് സുഖാ സിന്ധുമ്മേ. സിന്ധുമ്മയ്ക്ക് സുഖാണോ? പനിയൊക്കെ മാറിയോ? ഓ അതൊക്കെ എന്നേ മാറി. അതല്ല അവിടെ നിൽക്കട്ടെ, നീ ആകെ ക്ഷീണിച്ചല്ലോടി പെണ്ണ്. എൻ്റെ മോൾക്ക് അവിടുത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ലോടി. അവർ നല്ലതൊന്നും തരുന്നില്ലേ മോളെ കഴിക്കാൻ നിനക്ക്? ഫുഡ് മോശമാണ് സിന്ധുമ്മേ, പക്ഷേ ഇപ്പം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ചെന്നൈ അല്ലേ, അവിടെ പിന്നെ അങ്ങനെയാവും. എന്നാലും എൻ്റെ മോള് നന്നായി ഇത്തിരിയെങ്കിലും എന്തെങ്കിലും കഴിക്കണം കേട്ടോ. പട്ടിണിയൊന്നും കിടക്കരുത്. വല്ലതും ആവശ്യമുണ്ടെങ്കിൽ മോനും അവിടെ ഉണ്ടല്ലോ, അവനെ വിളിച്ച് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അതിനൊന്നും ആവശ്യമില്ല സിന്ധുമ്മേ, ഞാൻ കഴിച്ചോളാം. സിന്ധു അവളുടെ തലയിൽ പതിയെ തലോടി. എന്നാൽ അമ്മ അങ്ങോട്ട് നടക്കട്ടെ, മഹിക്കുന്ന ക്ലാസ്സിൽ പോകണമല്ലോ. ശരി സിന്ധുമ്മേ, ഞാനും പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ആ ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നോളൂ, നിനക്ക് പിന്നെ ഇൻവിറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പെണ്ണെ. വരാൻ സിന്ധുമ്മേ, ഈ പെണ്ണിൻ്റെ എക്സാം ഒന്ന് തീരട്ടെ എന്ന് വെച്ചിട്ടാ. അധികം അടുത്ത കാലത്തൊന്നും തീരില്ല, ചേച്ചി പോരെ, അതൊന്നും മൈൻഡാക്കണ്ട. കണ്ടില്ല മോളെ, ഈ പെണ്ണിന് എവിടെ പഠിക്കണമെന്ന് തോന്നലുണ്ടോ നോക്കിക്കേ. അതൊക്കെ വന്നോളൂ സിന്ധുമ്മേ. ആ വന്നാ അവൾക്ക് നല്ലത്. വാടി. ശരി എന്നാ മോളെ, അമ്മ ഇറക്കട്ടെ കേട്ടോ. ശരി അമ്മേ. ആഹാ, അമ്മായിമ്മെ കണ്ടോ? കണ്ടുപിടി. ആവൂ, സമാധാനായില്ലേ തന്നെ? പോവാം. പോവാന്നോ? പൊടി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. ആ ശരി, നീ പോയി പ്രാർത്ഥിച്ചിട്ട് വാ, ഞാൻ ദേ ശിവൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവൾ ഉള്ളിലേക്ക് പോയി. അവിടെ അധികം ആളോ തിരക്കോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ശാന്തമായ അന്തരീക്ഷമായിരുന്നു. അവൾ നേരെ ഭഗവാന്റെ അടുത്ത് പോയി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കൃഷ്ണ, എന്നോട് നിനക്ക് ദേഷ്യം ഉണ്ടാവുമല്ലേ കണ്ണ? എനിക്കറിയാൻ ഉണ്ടാവുന്നു. ഞാൻ മനഃപൂർവ്വം നിന്നെ മറക്കുന്നതാണോ? നിന്നെ വെറുതെ എന്തിനാ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചിട്ടല്ലേ ഡെയിലി പ്രാർത്ഥിക്കാത്ത? നിനക്കറിയാലോ എല്ലാം. നീ വലിയ ആളല്ലേ, നിനക്കും ഉണ്ടാവില്ലേ കുറേ തിരക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണോ? അതൊക്കെ പോട്ടെ, ഇനി ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കാം കേട്ടോ. ബുദ്ധിമുട്ടായി എന്ന് തോന്നിയാലും നീ സഹിച്ചേ പറ്റൂ. നീ അല്ലാതെ വേറെ ആരും എൻ്റെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനുള്ളത്? നീ ഇത് കേൾക്കണം. എനിക്കിപ്പോൾ തീരെ സമാധാനം ഇല്ലാതായിട്ടുണ്ട്. ഒന്നിലെ നീ എൻ്റെ മനസ്സിൽ നിന്ന് അവനെ മായ്ച്ചു തരണം, അല്ലെ പിന്നെ അവനെ നീ എനിക്ക് തന്നെ കെട്ടിച്ചു തരണം. കേട്ടല്ലോ? ഇതിപ്പോൾ കുറേ കാലം ആയില്ലേ ഞാൻ നിന്നോട് ഇതേ കാര്യം പറയുന്നു. കേട്ട നിനക്കും അടുത്തില്ല എൻ്റെ കണ്ണ. എന്ത് ചെയ്യാനാ? മറക്കണമെന്ന് വിചാരിച്ചാൽ മൈൻഡാക്കാതെ ഇരുന്നാൽ അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ കൊണ്ട് വീണ്ടും കാണല്ലേ അവനെ. പിന്നെ എങ്ങനെ മറക്കാനാണ്? ഞാനും അവനൊന്ന് സെറ്റ് ആവട്ടെ കേട്ടാ. നിന്നെ കാണാൻ ഞാൻ വരണ്ട അവൻ്റെ കൂടെ.
വരുമോയെന്നറിയില്ല, എന്നാലും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്നിട്ട് നിന്നോട് 1000 നന്ദി പറയണം. അങ്ങനെയെങ്കിലും നിൻ്റെ ഈ തലവേദന ഒന്ന് ഒഴിവാവട്ടെ. പിന്നീട് എന്നെ കഴിപ്പിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇപ്പം തന്നെ നീ എല്ലാം എന്നെ കൊണ്ട് നിർത്തിപ്പിച്ചോട്ടാ. എനിക്ക് വയ്യ പിന്നീട് ഇരുന്ന് പട്ടി മൂങ്ങുന്ന പോലെ ഇരുന്ന് മൂങ്ങാൻ. എൻ്റെ കണ്ണ, നീ തന്നെ എനിക്ക് നല്ല വഴി കാണിച്ചു തരണേ. ശരിയായത് മാത്രം കണ്ടാൽ മതി എൻ്റെ കൺമുമ്പിൽ, വേറൊന്നും എനിക്ക് വേണ്ട. എന്നാൽ ഞാൻ പോയിട്ട് വേഗം വരാവേ. എനിക്കുള്ളത് എനിക്ക് തന്നെ കാണിച്ചു തരണേടാ. ഇതും പറഞ്ഞവൾ തിരിഞ്ഞതും അവിടെ ഒരു നിമിഷം ശരിക്കും ഞെട്ടിപ്പോയി. അവനെ അവൾ കണ്ടതും അവൾ ആദ്യം തിരിഞ്ഞു നോക്കിയത് ഉള്ളിലുള്ള ഭഗവാനെയായിരുന്നു. എന്താണ് മാഡം, പ്രാർത്ഥിച്ച് സോപ്പിട്ട് പുള്ളി അങ്ങോട്ട് കൂടെ ഇറക്കിക്കൊണ്ട് പോവോ? ഇനി നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഇനി കൃഷ്ണൻ കേൾക്കോ? നിവിയാണെ ഇപ്പോഴും ഞെട്ടൽ മാറാതെ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഇതെന്താണ്, പെണ്ണിൻ്റെ ഉള്ളിൽ വല്ല ബാധ കയറിയ? എടി നിവി, എന്താ? ഒന്ന് വഴി മാറിയേ, ഇവിടെ ബാക്കിയുള്ളവർക്കും പ്രാർത്ഥിക്കണം. ഓ, ഇന്നാ പ്രാർത്ഥിച്ചോ. അവൾ അതും പറഞ്ഞ് വഴി മാറി കൊടുത്തു. എന്നിട്ട് അവളിപ്പോഴും ഷോക്ക് മാറാതെ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ സ്വപ്നം കണ്ടതാണോ? അതോ? അവൾ പതുക്കെ അവളുടെ കണ്ണൊന്ന് തിരുമ്മി. കൃഷ്ണ. പെട്ടെന്ന് തന്നെ ഒരു തണുത്ത കാറ്റ് അവളെ തലോടിപ്പോയി. മരത്തിലെ പൂക്കളെല്ലാം നിലത്തേക്ക് വീഴാൻ തുടങ്ങി. അതിലെ ഒരു പാരിജാതം നീലെ അവളുടെ കയ്യിലേക്ക് വീണു. അതെ, നല്ലത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ? എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടാ. നീ ഇങ്ങനെയൊന്നും കാണിക്കില്ലേ കണ്ണ. അമ്പലത്തിൽ പെട്ടെന്ന് മണിയടിച്ചു. അവൾ കയ്യിലെ പാരിജാതം കയ്യിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നടന്നു. പക്ഷേ അപ്പോഴേക്കും അവളുടെ കയ്യിലേക്ക് ആരോ ഇലയിലുണ്ടായിരുന്ന പ്രസാദം അവളുടെ കയ്യിലേക്ക് വെച്ചു. അവൾ താരാന്ന് നോക്കിയപ്പോൾ തേജസ് അവളെ നോക്കി ചിരിച്ചു. ഇതെന്തിനാ എനിക്ക് ഓൾറെഡി കിട്ടി. അമ്മയുടെ കയ്യിലും മഹിയുടെ കയ്യിലും ഉണ്ടല്ലോ, ഇത് നീ എടുത്തോ. എന്നിട്ടാണോ ഇതൊന്നും ഇടാത്തെ? അവൻ ശരിക്കും ഒന്ന് ഞെട്ടി. കാരണം അവനതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെന്താണ് സാർ പതിവില്ലാത്ത അമ്പലത്തിലൊക്കെ? അതെന്താടി, എനിക്ക് അമ്പലത്തിൽ വരാൻ പാടില്ലേ? ഇതൊന്നും പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വരണമെന്ന് തോന്നി, പിന്നെ അമ്മയ്ക്ക് കൂട്ട് വന്നതാ. അമ്മയ്ക്ക് കൂട്ട് മഹി ഉണ്ടല്ലോ. ആ, അവരെ വിളിക്കാൻ കൂടി വന്നതാ. നീ ഇത്ര നേരത്തേക്ക് എണീക്കോ? അതെന്താ എനിക്ക് എണീച്ചൂടെ? ഈ നല്ല ശീലങ്ങളൊക്കെ എപ്പോൾ തുടങ്ങി? ഓ പിന്നെ, ഇതൊക്കെ ഞാൻ പണ്ടും ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ തന്നെ അവൾ ഇരുന്ന് തള്ള. ഒന്ന് പോടെ നിവി. ഓ അന്തി. ആ തേജേട്ടാ, നിങ്ങളോ? ഓ, നീയും ഉണ്ടായിരുന്നോ? പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഒറ്റയ്ക്കാണോ? ആ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നത്.
അല്ല, സിന്ധു അമ്മ എവിടെ എന്നിട്ട്? അവർ പുറത്തുണ്ട്. ആ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. വീട്ടിലാക്കണോ? വേണ്ട, ഞങ്ങൾ നടന്നോളാം. ആ ശരി, നോക്കി പൊക്കോ രണ്ടും. എടി പെണ്ണേ, നിന്റെ ഇന്നത്തെ കഷ്ടപ്പാടെന്തായാലും വേസ്റ്റ് ആയില്ലല്ലോ. ലോട്ടറി അടിച്ചല്ലോ. അതേടി, ഞാനും ശരിക്കും ഞെട്ടിപ്പോയിന്നേ. ഷോ, എന്തായാലും കൃഷ്ണൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ദിവ്യ അത് പറഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി എല്ലാം അമ്പലത്തിൽ വെച്ച് നടന്നത് വീണ്ടും ഓർത്തു. കയ്യിലുണ്ടായിരുന്ന പാരിജാത പൂവും ഒന്നും കൂടി മുറുകെ സൂക്ഷിച്ചു പിടിച്ചു. എടി, വീട്ടിൽ കയറിയിട്ട് പോവാം. അമ്മ നിന്നെ അന്വേഷിച്ചു. നീ വന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം നിൻ്റെ വീട്ടിലേക്ക്. അവിടെ നിന്ന് നിനക്ക് കഴിക്കാൻ എൻ്റെ ഫേവറേറ്റ് ദോശയും കൂടെ മഷ്റൂം ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. ആണോ? എൻ്റെ അവിടെ മിക്കവാറും ഇഡ്ഡലിയാവും. എന്നാൽ വേഗം വലിയമ്മയോട് പറഞ്ഞിക്കേ, ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന്. വേഗം വായോ. ഏട്ടനും നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിന്നെ കണ്ടതേ ഇല്ലല്ലോ. വേഗം വായേട്ടാ.